ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ട്രിപ്പൊന്നും പോയതല്ല കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ട്രിപ്പൊക്കെ പോയൊന്നുമില്ല കേട്ടോ. നമ്മൾ താത്തൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പം നമുക്ക് നല്ല ജോറായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷന് കിട്ടിയിരിക്കണിട്ടാ. ഓളെ നാട്ടിലൊന്നും ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. കാരണം ഒക്കെ നബിനായിട്ട് ചെക്കന്മാരൊക്കെ മാലിട്ടിന് തിരക്കിലായിട്ട്. പിന്നെ ഇപ്പം നമ്മളാട്ടത്തെ ഒരു ഓട്ടോറിക്ഷ പറഞ്ഞേക്കേട്ടെ, നമ്മൾ സെനിതിങ്ങാക്കാൻ ഓട്ടോറിക്ഷ. കാരണം സെനിതിങ്ങാക്കാൻ ഓട്ടോറിക്ഷ ഞങ്ങൾ കൂടുതൽ വിളിക്കാറുള്ളത്. അപ്പോൾ ഇതാട്ട എൻ്റെ നാട് ചോറ്റൂര്. അപ്പോൾ നാളത്തെ നബിദിന വിശേഷം, അതായത് നാളത്തെ നാട്ടിലത്തെ നബിദിന വിശേഷവും വീട്ടിലത്തെ നബിദിന വിശേഷവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട്. ഇതപ്പോൾ എൻ്റെ വീട് കേട്ടോ. എങ്ങനെ പിന്നെ വന്ന തിരക്കും വിശേഷങ്ങളും മുണ്ടലും പറച്ചിലൊക്കെ ആയിട്ട് എല്ലാവരും പിന്നെ വേഗം കിട്ടുന്നതും ചെയ്ത് നാളെ നേരത്തെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പിറ്റേ ദിവസം നബിദിന ദിവസം നമ്മൾ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. 4:30 മൗലൂദാട്ടോ തുടങ്ങുക. അപ്പം അതൊന്നും വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതൊരു 6 മണിയൊക്കെ ആയപ്പോൾ റസദാ റിച്ചുവിൻ്റെ കൂടെ മദ്രസ്ക്ക് പോകാൻ ഒരുങ്ങട്ടോ. അപ്പോഴേ തന്നെയാണ് പപ്സും കാര്യങ്ങളൊക്കെ എത്തിയത്. കാരണം 7-8 മണിയാകുമ്പോഴത്തേന് റാലി നമ്മളെ വീട്ടിലെത്തും. അപ്പോഴത്തേക്കും നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒത്ത് പിടിക്കട്ടോ പാക്കിങ്. കോഫി കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ലുലു പാത്രം വെച്ചിട്ടിട്ടാണ്, പക്ഷെ അത് മേടിച്ചത് ലുജേന കേട്ടോ. അങ്ങനെ രുചി സൗണ്ടും കാര്യം കേട്ടിട്ട് നേരത്തെ തന്നെ നീറ്റിട്ടുണ്ടാകും. മക്കളെല്ലാവരും നേരത്തെ തന്നെ നീറ്റിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങും കാര്യമൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ അടുത്തുള്ളവരും എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വരും കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും ചിരിയും കളിയും വർത്താനൊക്കെ കൂടെ നല്ലൊരു വൈബിൽ അതാണ്ട് അവസാനിപ്പിക്കും. ഇവരൊക്കെ നീച്ചെന്നാൽ പിന്നെ പറയണ്ടല്ലോ. പാക്കിങ്ങും കാര്യമൊക്കെ നല്ല സ്പീഡിൽ തന്നെ നടക്കും. ഓലിപ്പം തന്നെ ഇത് കച്ചവടം ചെയ്യട്ടോ. അപ്പോൾ ലുജു സമ്മതിക്കണില്ല അതിന് ഓള് എടുക്കാൻ. അങ്ങനെ ലുജുവിനെ ഒറ്റയ്ക്ക് എല്ലാം പാത്രത്തിലാക്കാണ്. ലുജു ഇടും. പിന്നെ ഏകദേശം 8 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ മക്കളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടോ. എല്ലാവർക്കും ജാഥ കാണണമെന്നുണ്ട്, ഉറങ്ങണമെന്നുണ്ട്. അങ്ങനത്തെ ആ ഒരു മൂഡിലിരിക്കുകയാണ്. പിന്നെ അവിടെ എത്താറായിക്കണേ. അപ്പം താത്താരൊക്കെ ക്ലാസ്സൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. കോഫിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതാട്ടെ എൻ്റെ അപ്പ. അങ്ങനെ റാലിയൊക്കെ വന്നെന്ന് കണ്ടപ്പോൾ ഒക്കെ റെഡിയാക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ താഴത്ത് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ ഇങ്ങോട്ട് കയറാമെന്ന് കേട്ടോ പറഞ്ഞത്. കാരണം താഴത്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ മക്കൾക്ക് പലഹാരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വരാൻ പറഞ്ഞു. നൈഷു പിന്നെ റാലിൻ്റെ കൂടെ പോയി നിന്നിട്ട്. അപ്പോൾ പിന്നെ അവൾ പാതി വെച്ച് അവസാനിച്ച് വീട് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ളവരും എല്ലാവരും വരും കേട്ടോ. ഈ ഒരു ദിവസം ഇതിക്ക് നല്ല മിസ്സിങ് ആയിരുന്നു. കാരണം ഞാനധികം എൻ്റെ ചെറുലാലേക്കാരം. പക്ഷെ ഇപ്പം ഈ സ്കൂൾ ലീവും ഇതും കൂടെ ഒപ്പം വരുമ്പോൾ എനിക്കിതിപ്പോൾ പഴയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് റബീഉൽ അവ്വലിന്. അങ്ങനെ ഫൈനലി റാലിയും കാര്യം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെ ഫ്ലവർ ഷോ ഉണ്ട്, അതേപോലെ ദഫുണ്ട് കേട്ടോ. പണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ദഫിന് പോലുള്ള കുട്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും കുറച്ച് കുട്ടികളുള്ളൊരു മദ്രസയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു മഹലാണ്, ചോറ്റൂർ മഹൽ. അത് 2ആയിട്ട് ഭാഗിച്ചാണ്. അതായത് ലോങ് ആണ്. ഇപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ ആ ചോറ്റൂർ മഹലിലേക്ക് പോകുമ്പോൾ വളരെ ലോങ് ആണ്. അതുകൊണ്ട് അടുത്തൊരു മദ്രസ, ഒരു പള്ളി. ആ ഒരു മഹലിൽ തന്നെ 2 മദ്രസയും 2 പള്ളിയും അങ്ങനെ കേട്ടോ. അപ്പോൾ അത്ര തോനെ കുട്ടികളൊന്നുമില്ല. അപ്പോൾ മാഷാ അല്ലാഹ് അത്യാവശ്യം കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് മദ്രസയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കാക്ക വീഡിയോ കോളിലെല്ലാം കാണുക കേട്ടോ. അപ്പോൾ പാവാണ്. കാക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിലെടുത്തൊടിച്ചാനും കൊണ്ടെടുക്കാനൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാ, ലീവ് കിട്ടിയില്ല കഴിച്ചു തരാൻ.
എൻ്റെ മക്കും അതേപോലെ വലിയ ആഗ്രഹമായിരുന്നു ഇതൊക്കെ കാണുന്നതും അതേപോലെ ഈ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ കേട്ടോ. പക്ഷേ ഇന്നുമ്മ ഇത് കാണാൻ ഞങ്ങളെ കൂടെ ഇല്ല. എൻ്റെ ഉമ്മ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 10-28 വർഷം. ഇതേ റാലി നമ്മളെ മുറ്റത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ മകത്ത് പോയിരുന്ന കരയായിരുന്നു കേട്ടോ. എനിക്ക് ഈ മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ആ സങ്കടം എൻ്റെ കാക്ക കണ്ട് എൻ്റെ കാക്ക അതെന്നും ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഈ ഒരു മാസം എൻ്റെ ഉമ്മാനെ എല്ലാവരും ഓർക്കുന്നൊരു മാസം കൂടിയാണ് കേട്ടോ. ഘോഷയാത്രയ്ക്ക് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഇതിലേത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഉമ്മാനെ ഓർക്കാനുള്ളൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു റബീഉൽ മാസം തന്നെയാണ് ഉമ്മ മരണപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അതും നബിദിനത്തിൻ്റെ അന്ന് രാത്രി പരിപാടി, കുട്ടികളുടെ മദ്രസയിലെ പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന സമയത്തായിരുന്നു ഉമ്മ മരണപ്പെട്ടത്. അത് കാരണം അന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരുടെ ഓർമ്മയിലും ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഉമ്മാനെ ഈ സമയത്ത് എല്ലാവരും ഓർക്കുന്നു പറഞ്ഞത്. പിന്നെ മാഷാ അല്ലാഹ് റാലിയും കാര്യമൊക്കെ ഭംഗി ഒരു പിരിഞ്ഞു പോവാട്ടോ. അവരിനി നേരെ മേലെ കുടശ്ശേരിപ്പാറ ആ ഏരിയയിലേക്കാണ് പോവുക. ഈ ഒരു ദിവസം ഞങ്ങൾക്കൊരു വെപ്രാളം ഓട്ടോട്ടാ. കാരണം ഒരുപാട് ജാഥകളും മഹലും ഉള്ളതുകൊണ്ട് ഇവിടെ കൊടുക്കണ്, ഇവിടെ എടുത്തേക്കണ്, ഓടണ് മേലക്കിട്ട. കാരണം ഇതേ ജാഥ തന്നെ ഇനി നല്ല റെഡി ആയിട്ട് വരുന്നത് കാണാം. അതുപോലെ വേറെ കുടശ്ശേരിപ്പാറയിൽ വരുന്ന ജാഥ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പട്ടരക്കല്ല് ഞങ്ങളുടെ നാട്. ഇവിടുന്ന് ഇനി ഒരു 2-3 ജാഥ വരുന്നത് കാണാം കേട്ടോ. ഇവിടെ നിന്നാൽ കരിപ്പോളും ഇവിടെ ചെക്കന്മാർ ഇവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ട ജാഥ തന്നെയാണ്. നമ്മളെ കണ്ട റാലി ഉണ്ടല്ലോ മുന്നേ, അത് തന്നെ കേട്ടോ. അത് നല്ല റെഡി ആയിട്ട് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ മേലെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഇനി വരുന്നതാണ് കുടശ്ശേരിപ്പാറമ്മത്തെ റാലിയും കാര്യങ്ങളൊക്കെ കേട്ടോ. മകൾ എന്നു വീതാവിന്റെ അടുത്ത് സലാമിന്റെ ബോധം തന്നു സാഹിത്യ മധുമന പുരുഷനെ മധുരത്ത് വിളിച്ചു അവിടെ മനസ്സിൽ വന്നു നബി വന്നു ഹൃദയങ്ങൾ ഭരിച്ച് സലാം വരിച്ച് നബി ാകെ മുഞ്ചുളനാളെ വരവാകെ അത് തുണ്ടിടലാകെ തുണ്ടിട പൂവ് ഒപ്പനത്തിൽ സുഖലാകെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഒരു മഹല്ലത്തെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ. 2 പള്ളി 2 മദ്രസ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ മദ്രസ ഇല്ല കേട്ടോ, പള്ളിയാണ്. ഞങ്ങളെ ഏരിയയിലൊരു പള്ളി ഈ മഹല്ലിൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ 4 മഹല്ലിൽ പെട്ട മക്കളും കൂടെ പാട്ടും പ്രോഗ്രാമും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഒറ്റ മദ്രസ ആയ കാരണം തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ലോങ് വലിയൊരു റാലി തന്നെ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരെ ആൾക്കാർ കാണാൻ വരലുണ്ട് കേട്ടോ. കാരണം ഒരു ദഫോ 2 ദഫോ ഒന്നുമല്ല, ഒരുപാട് ദഫ് ഐറ്റംസ് തന്നെ ഉണ്ട് ഒരുപാടായിട്ട്. പിന്നെ കുഞ്ഞു മക്കൾ ഫ്ലവർ ഷോ, അതേപോലെ വലിയ അവരെ പൂർവ്വ വിദ്യാർത്ഥികൾ അർബനൊക്കെ ആയിട്ടും വെറൈറ്റി ഒക്കെ ഇവർ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും
ഉണ്ടാവില്ല ഒരു ക്ലബ്ബും നാട്ടുകാരൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, പട്ടർക്കല്ല് ക്ലബ്ബ്. നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം വന്നാലും അവരൊക്കെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഇവിടെ. അതിന് നബിദിനായിക്കോട്ടെ, ലീഗിൻ്റെ പരിപാടി ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയാലും അങ്ങനെയാണ് ഇവിടെ. അപ്പം ഉണ്ടല്ലോ ഇന്ന് ഇവർ കാര്യമായിട്ട് തന്നെ കേട്ടോ ഇവർക്കുള്ള ട്രീറ്റ് കൊടുക്കുന്നത്. അതായത് സമൂസ ഇവർ തന്നെ മേക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, പിന്നെ കോഫി ആട്ടോ കൊടുക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവരത് മാത്രമല്ല, കരിപ്പോൾ നിന്ന് വേറൊരു വരാണ്ട് ഇവരുണ്ട് പോയി കഴിയുമ്പോഴത്തേന് അങ്ങോട്ടുള്ള ഓട്ടേക്കാരട്ടോ, അത് കഴിഞ്ഞാൽ മാട്ടുമെന്ന്. അങ്ങനെ ഒരു 12:30 വരെ നെട്ടോട്ടം തന്നെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനൊക്കെ പണ്ട് മദ്രസ് പോയി നിന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെയുള്ള ഓട്ടം പള്ളിക്കൊക്കെ ചോറിനുള്ള ഓട്ടയിക്കാരം. അത് കഴിഞ്ഞാൽ ചോറൊക്കെ തിന്നാൽ പിന്നെ കിടന്നുറങ്ങാനുള്ള വെപ്രാളവും, കാരണം അന്ന് രാത്രിയാവും മദ്രസിൽ പരിപാടി. അങ്ങനെ നല്ല രസമുള്ള ഒരു കാലമായിരുന്നു അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ. ഇന്നും അതിലേറെ രസമായിട്ടുണ്ട് ഇത് കാണാനൊക്കെ കണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മക്കളെ ഫ്ലവർ ഷോ, പല പല വെറൈറ്റി മോഡൽ ഐറ്റംസൊക്കെ ഇവർ റാലിയിൽ കാണാൻ പറ്റും കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തന്നെ ഓരോരോ ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ ലുജുതൊന്നും കാണാൻ വയ്യാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കൂടുതൽ ഓടാൻ വയ്യാത്തതുകൊണ്ട് ഉള്ളത് കിട്ടിയതും വാങ്ങിയതൊക്കെ ആയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ 2 ചെറിയറ്റിങ്ങളായിട്ട് ഓടാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റസ കൊടുന്നീലെല്ലാം ഷവർമ, പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അലേട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശതതാ ചോറിനുള്ള പോക്കാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.